ഞാൻ അർജുൻ, ഇതാലു. ഞങ്ങൾ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ചാനലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ ഇപ്പോഴും കുട്ടിത്തം സൂക്ഷിക്കുന്നവർക്ക് വേണ്ടിയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയ്ക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വീടിനെ പുറത്തായിരിക്കുമല്ലോ ഗ്യാരേജ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ വീടിൻ്റെ അകത്താണ് ഗ്യാരേജ് സെറ്റ് ചെയ്തേക്കുന്നത്. ഏകദേശം 13 വർഷത്തെ എൻ്റെ സ്കെയിൽ മോഡൽ കളക്ഷൻസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഗ്യാരേജ് നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പോവാണ്. അപ്പം സാധാരണ എല്ലാവരുടെയും വീടിൻ്റെ പുറത്തല്ല ഗ്യാരേജ് സെറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ എൻ്റെ വീടിൻ്റെ അകത്താണ് ഗ്യാരേജ് സെറ്റ് ചെയ്തേക്കുന്നത്. ഏകദേശം 13 വർഷത്തെ എൻ്റെ കളക്ഷൻസാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവളെ പോലെ ആ ഒരു മനസ്സിൽ കുട്ടിത്തമുള്ളവർക്ക് വേണ്ടി മാത്രം വെച്ചേക്കുന്ന ചാനലാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഈ ഒരു ഗ്യാരേജിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ 1:64 സ്കെയിൽ മുതൽ 1:8 സ്കെയിൽ വരെയുള്ള കളക്ഷൻസാണ്. അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു കളിപ്പാട്ടമാണോ? ഇത് കളിപ്പാട്ടമല്ല, ഇത് ഒരു സ്കെയിൽ മോഡലാണ്. അപ്പം ഇത് കണ്ട് കുറച്ച് ആയി കഴിയുമ്പോൾ നിങ്ങളും വീണ്ടും ഇതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും, ഈ വണ്ടികളെ. അപ്പം നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഗ്യാരേജിൻ്റെ കീ. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാലോ. അപ്പോൾ നിങ്ങളെപ്പോലെ ഞാനും എക്സൈറ്റഡ് ആണ്. എനിക്ക് നിങ്ങളുടെ ആ ഒരു ഫീലാണ് വേണ്ടത്. അപ്പോൾ അത് താഴെ കമൻറ്റ് സെക്ഷനിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഈ ഗ്യാരേജ് തുറക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഫീല്. അപ്പം നമുക്ക് നോക്കിയാലോ. ആലു, ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും എടാ? എന്ത് ടോയോ? ആലു കണ്ടിട്ടുണ്ടോ ടോയ്സ് ഇതിൻ്റെ അകത്ത്? ആലുവിന് ഇഷ്ടമാണോ? ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു പിള്ളേരെ ഞാൻ ഈ റൂമിലോട്ട് കയറ്റിയിട്ടില്ല. കാരണം ഇവളെ പോലും ഞാൻ വല്ലപ്പോഴും കയറ്റുള്ളൂ. ഇവൾ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങത്തില്ല, എന്തെങ്കിലുമായിട്ട് തിരിച്ചു വരും. അപ്പം ഇവളുടെ കുറച്ച് ഐറ്റംസ് ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ കളക്ഷനിൽ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം നമുക്ക് നോക്കാം. എന്തായാലും ഇതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഗ്യാരേജ്. എല്ലാ വണ്ടികളും വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പം ശരിക്കും പറഞ്ഞാൽ കുറേ യുണീക്കായിട്ടുള്ള വണ്ടികളുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ് ഇവിടെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ കാണാൻ പോകുന്ന സംഭവങ്ങൾ. നോക്കിക്കാണോ, ഏതെടുക്കണമെന്ന് അവൾക്ക് കൺഫ്യൂഷനാണ്. അതുപോലെ തന്നെ എനിക്കും ഈ ഒരു മോഡൽസ് കാണുമ്പോൾ ഏതെടുക്കണമെന്ന് ഭയങ്കരധികം കൺഫ്യൂഷനാണ്. കാരണം എല്ലാം കുറേ അടിപൊളി മോഡൽസാണ് ഇവിടെ വെച്ചേക്കുന്നത്, പല സ്കെയിൽ മോഡൽസും. എടാ നീ എന്ത് ചെയ്യുവാടാ? ആലു നീ എന്ത് ചെയ്യുവാ? നിനക്ക് ഇഷ്ടപ്പെട്ടോ? ആലിന് ഏത് വണ്ടിയാണ് വേണ്ടേ? ആലുവിന് ഡോളാണോ അതോ കാറാണോ ഇഷ്ടം? ഡോളാണോ ഇഷ്ടം? ഡോളാണോ ഇഷ്ടം? കാർ ഇഷ്ടമില്ല? കാർ ഇഷ്ടപ്പെടും കുറച്ച് കഴിയുമ്പോൾ. ഡാഡിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വണ്ടി ഏതാ? ഏതാ ഏതാ വേണ്ടേ? ഡോള് വേണോ? എന്തിയോ ഡോൾ എന്തിയേ? ഡോള്. ദാലുവിന് പണ്ട് മേടിച്ചേക്കുന്ന ഞാൻ അപ്പോൾ ചില ഷൂട്ട്സിന് കൊണ്ടുപോകാം. ദാലുവിന് വേണ്ടി മേടിച്ചതാ ഡാഡാ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കളക്ഷൻസ്. അപ്പം നമുക്ക് ഇവിടെ മുതൽ അവിടം വരെയാണ് നമ്മൾ ഓരോ വണ്ടികളും വെച്ചേക്കുന്നത്. അപ്പം ഞാൻ ഓരോ ബ്രാൻഡ് അനുസരിച്ചാണ് ആ വണ്ടീനെ സെക്ഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സോൾഡോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്, ഇത് GT സ്പിരിറ്റ്, ഇത് ഓട്ടോ മൊബൈൽ എന്ന് പറഞ്ഞ ഓട്ടോ മൊബൈൽ. പിന്നെ അതുപോലെ തന്നെ അത് മറ്റേ കുറച്ച് ചൈനീസ് മാനുഫാക്ചേർഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ വണ്ടികളാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ബൈക്കിൻ്റെ കളക്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓട്ടോ ആയിട്ട് ഇഗ്നിഷൻ, പിന്നെ കുറച്ച് റെയർ ആയിട്ടുള്ള കുറച്ച് വണ്ടികളുണ്ട് F1 റേസിങ്ങിൻ്റെ. അപ്പോൾ അങ്ങനത്തെ വണ്ടികളാണ് ഞാനിവിടെ വെച്ചേക്കുന്നത്.
അപ്പം നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന ഓരോ വണ്ടികളുണ്ടല്ലോ നമ്മൾ റിവീൽ ചെയ്യാൻ പോവാണ്. അപ്പം ഇതെല്ലാം ബോക്സിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ നോക്കുമെങ്കിൽ ഇവിടെ 1/43 ഇന്ത്യൻ കാസാണ്. അതായത് മാരുതി 800, SS80, ഹോണ്ട സിവിക്ക്, ഫിയറ്റ് പുണ്ടോ, അങ്ങനെ കുറേ വണ്ടികളുണ്ട്. പിന്നെ അതുപോലെ ഇന്നോവയുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ വീഡിയോ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ JDM കാസ് ഉണ്ട്, പിന്നെ അതുപോലെ യൂറോപ്യൻ കാസ് ഉണ്ട്, പിന്നെ അവിടെ ടോപ്പിൽ SUVs ഉണ്ട്, പിന്നെ നമ്മുടെ ലാൻഡ് ക്രൂയിസേഴ്സ് എല്ലാം പ്ലേസ് ചെയ്തേക്കുന്ന ടോപ്പിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ പലതരം കാറുകളുണ്ട്. ഡൈകാസ്റ്റ് മോഡൽസ് ഉണ്ട്, ഹാൻഡ് മെയ്ഡ് മോഡൽസ് ഉണ്ട്, റെസിൻ മോഡൽസ് ഉണ്ട്. അപ്പം ചിലവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ കാറ് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഡോർസ് ഓപ്പണിംഗ് ആയിട്ടുള്ളത്, പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് കത്തുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ പക്ക എക്സാക്ട് സ്കെയിൽ മോഡൽസ് എന്ന് പറയുമ്പം അതിനകത്ത് അങ്ങനെ ലൈറ്റ് കത്തുന്നത് അല്ലെങ്കിൽ സൗണ്ട് കേൾക്കുന്നത് അങ്ങനത്തെ പ്രോഗ്രാംസ് ഒന്നും വരുന്നില്ല. അതൊരു സ്കെയിലായിട്ടൊരു ഡൈകാസ്റ്റ് മോഡൽസ് ആയിരിക്കും. അപ്പം കൂടിയ എമൗണ്ട്, അത് ഒരു ഏകദേശം ഒരു 1000 rupees to more than 3 lakhs വരെയുള്ള പല ബ്രാൻഡും പല കാസും വിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം എക്സ്പെൻസീവ് വണ്ടികൾക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ആൾക്കാർ മേടിക്കുമെന്ന് പലരും ഡൗട്ട് അടിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതുപോലത്തെ വണ്ടികൾ മേടിക്കാറുണ്ട്. അപ്പം എനിക്കറിയാവുന്ന ഓട്ടോമാനിയ എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. ഞാനപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും ഒരു ദിവസം കണ്ടൊരു വണ്ടി 3.5 ലക്ഷം രൂപയുടെ ഒരു പോർഷെ 911 GT3 RS ആയിരുന്നു. അപ്പോൾ അത് പ്രീ ഓർഡർ ചെയ്ത ആൾ മേടിച്ചതാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ ഷെൽഫിലോ അല്ലെങ്കിൽ കയറി വരുന്ന സ്ഥലങ്ങളിൽ ഒരു കാർ എൻത്യൂസിസ്റ്റ് പുള്ളി പ്ലേസ് ചെയ്യുന്നേക്കുന്ന വണ്ടികളാണ്. അപ്പോൾ അങ്ങനെ പലരും പല വണ്ടികളും ഇങ്ങനെ മേടിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ മാരുതി 800 ഇരിപ്പുണ്ട്, പിന്നെ അതുപോലെ തന്നെ സുസുക്കി എർട്ടിഗ. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ബ്രാൻഡ്സാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മേടിച്ചേക്കുന്നത് വെച്ചാൽ eBay ത്രൂ ആണ്. അപ്പം പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതൊക്കെ എവിടെ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ കാർസിൻ്റെ പ്രൊഡക്ഷൻ ഇന്ത്യയിലില്ല. ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ചൈനയിൽ നിന്നാണ്. അപ്പം ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് eBay വഴി നമ്മൾ മേടിക്കുന്ന പ്രോഡക്ട്സാണ് ഈ കാണുന്നതല്ല. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഏകദേശം 2500 to 5000, 6000 ആ റേഞ്ചാണ് വരുന്നത്. അപ്പോൾ ഈ വൈറ്റ് കളർ 800 എന്ന് പറഞ്ഞാൽ ഭയങ്കര റെയറാണ്, കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ശരിക്കും പറഞ്ഞാൽ 2018 അല്ലെങ്കിൽ 2017 ചിലത് നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ചില കളക്ടേഴ്സിൻ്റെ നിന്നാണ് നമുക്ക് ഈ ഒരു വണ്ടികളൊക്കെ കിട്ടുന്നത്. പിന്നെ അതുപോലെ എർട്ടിഗ ലൈക്ക് എനിക്ക് തോന്നുന്ന കുറേ അത്യാവശ്യം ആൾക്കാരുടെ കയ്യിലൊക്കെ ഉണ്ട്. അപ്പം നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള കുറേ പേജസ് ഉണ്ട്, ഡേസി കാർ ഓട്ടോമോളിക്സ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ പേജിലൊക്കെ ലിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വണ്ടികൾ മേടിക്കാൻ കിട്ടും. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് ഇന്ത്യൻ കാർസ് മേടിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇന്ത്യൻ കാർസ് മേടിക്കുന്നത് നിങ്ങൾ eBay സൈറ്റിൽ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അപ്പം ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഏത് ബ്രാൻഡാണോ ഏത് മോഡലാണോ സുസുക്കി എർട്ടിഗ 1/43 സ്കെയിൽ മോഡലിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ തന്നെ മാരുതി 800 ഓൾട്ടോ എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിമിലാണ് അറിയപ്പെടുന്നത്. കാരണം ഇതിൻ്റെ ബാക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓൾട്ടോ എന്നാണ് ഇത് കാണുന്നത്. അപ്പം ഇതൊക്കെ ജപ്പാനിൽ നിന്ന് വന്നിരിക്കുന്ന മോഡൽസാണ് ചില വണ്ടികൾ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള SS80 ഉണ്ട്. പിന്നെ എപ്പോഴും സൂക്ഷിക്കണം, കാരണം എടുത്തു കഴിയുമ്പോൾ എന്തെങ്കിലും താഴെ വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മിറേഴ്സും ബാക്കിയെല്ലാം ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് ഞാൻ പറഞ്ഞ SS80 മാരുതിയുടെ നമ്മുടെ ഫിഷിംഗ് ഫിക്സ് സെബിൻ്റെയിലും ഉണ്ട് ഈ വണ്ടി. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഡീറ്റെയിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 1/43 സ്കെയിൽ മോഡലാണ്. അപ്പം ഞാൻ ആക്ച്വലി 1/18 സ്കെയിൽ കാർ ട്രാക്ക്, അപ്പം ഏകദേശം ഈ ഒരു വലുപ്പം വരും. 1/43 എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതാണ്, പക്ഷെ എന്നാലും വണ്ടിക്ക് നല്ല ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ ചില മോഡൽസ് റെയർ ആയിട്ടുള്ള വണ്ടികളൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 1/43 ഞാൻ കളക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഓരോ വണ്ടികളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചാനലിലൂടെ പരിചയപ്പെടുത്തും. അതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓരോ വണ്ടികൾ, ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു 4 Endeavour ആണ്. ഈ ഒരു Endeavour നമ്മൾ കളർ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന Endeavourൻ്റെ രീതിയിൽ സ്പെക്ക് ചെയ്യുക, അതായത് മോഡിഫിക്കേഷൻ ടയേഴ്സും ബാക്കിയുള്ള രീതിയിലും, പിന്നെ അതുപോലെ തന്നെ ഒരു പെൻറ്റെയർ, റൂഫ് ബോക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്യാനാണ്. അപ്പം ഇതിനു വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ തന്നെ ഒരു ഫ്രണ്ടുണ്ട്, ബിബിൻ എന്ന് പറഞ്ഞത്, ബിബിലോട്ടാണ്. അപ്പോൾ പുള്ളി നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അടുത്തത് ST ഉണ്ട്. ഇത് ഒരു മാരുതിയുടെ ST, അത് അധികം ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ ഈ ഒരു മോഡൽ നമുക്കൊരു കളക്ടറിൻ്റെ നിന്ന് മേടിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പലരും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു വീഡിയോസ് ഇട്ടപ്പോഴത്തേക്ക് ചോദിച്ചു എവിടെ നിന്നാണ് മേടിക്കാൻ പറ്റുന്നത്. അപ്പം ചിലത് eBayയിൽ നിന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നത് നമുക്ക് ചില കളക്ടേഴ്സിൻ്റെ നിന്നാണ് മേടിക്കാൻ പറ്റുന്നത്. അപ്പം കാരണം ചിലവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം വിൽക്കും. അപ്പം അങ്ങനെ ആ ടൈമിൽ നമുക്കിത് മേടിക്കാൻ പറ്റും.
അപ്പം ആൾക്കാർ ഓർക്കും ഈ സ്കെയിൽ മോഡൽസ് എല്ലാം ഭയങ്കരധികം എക്സ്പെൻസീവ് ആണോ, അത് നമുക്ക് അഫോർഡബിൾ ആണോ. അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ സ്കെയിൽ മോഡൽ മേടിച്ചതെന്ന് വെച്ചാൽ 110 രൂപയുടെ ഹോട്ട് വീൽസിൻ്റെ കാറാണ്. അപ്പം അതിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്കെയിൽ മോഡൽ കളക്ഷൻ എന്ന് പറഞ്ഞൊരു ഭയങ്കര പൈസ പൊട്ടിക്കുന്ന ഒരു ജോബല്ല. ഈ സ്കെയിൽ മോഡൽസ് കളക്ട് ചെയ്ത് കിട്ടുന്ന ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ അതുപോലെ ഒരു വണ്ടി മേടിച്ച് നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പോർഷെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബെൻസ് ആയിക്കോട്ടെ, നമ്മളത് എയിം ചെയ്യുക, ഫ്യൂച്ചറിൽ നമ്മളത് മേടിക്കും, അതിനുവേണ്ടി വർക്ക് ചെയ്യും. അങ്ങനെ ആഗ്രഹിച്ച് നമ്മൾ വർക്ക് ചെയ്യും, ഉറപ്പായിട്ടും കാര്യങ്ങളെല്ലാം മീൻസ് നമ്മൾ സ്വപ്നം കണ്ട നമ്മുടെ ആ വണ്ടികൾ നമ്മുടെ ഗ്യാരേജിൽ ഉറപ്പായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും ആദ്യം വേണ്ടത് ആ ഒരു വിശ്വാസം. അപ്പം അങ്ങനെ എൻ്റെ കയ്യിലുള്ളൊരു വണ്ടിയാണ് ഹെർബി അല്ലെങ്കിൽ ബീറ്റിൽ. 2011 ഏറ്റവും ആദ്യം ഞാൻ മേടിച്ച ആ ഒരു ബീറ്റിൽ ഇന്ന് അതിൻ്റെ ഒറിജിനൽ ബീറ്റിൽ ഞാൻ പണിതുകൊണ്ടിരിക്കുകയാണ്, ഒരു ഹെർബി മോഡലിൽ. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും നമ്മുടെ ഇനി അടുത്ത വീഡിയോകളിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ബ്രാൻഡുണ്ട് സ്കെയിൽ മോഡൽസ് അല്ലെങ്കിൽ ടോയ്സിന് വേണ്ടി, സെൻഡി എന്ന് പറഞ്ഞ്. അപ്പോൾ അത് ശരിക്കും ഒട്ടും എക്സ്പെൻസീവ് അല്ല. നമുക്ക് 250 to 500 അല്ലെങ്കിൽ 600 റേഞ്ചിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പം മിക്കപ്പോഴും ചില ഷോപ്പിൽ 350, 400 റേഞ്ചിലാണ് ഈ വണ്ടികൾ വിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സെൻഡി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ പോലും ഈ ഒരു ബ്രാൻഡ് മോഡൽ കൊടുക്കുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം സെൻഡിയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇത് നല്ലൊരു ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. അപ്പം ഇത് നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. കാരണം അവർ ആഗ്രഹിച്ച ആ ഒരു സ്വപ്നത്തിൽ കണ്ട ആ ഒരു വണ്ടി അതിൻ്റെ ഒരു സ്കെയിൽ കിട്ടുമ്പോൾ ഒരു ഹാപ്പിനെസ് അത് വേറൊന്നും തന്നെയായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അധികം പൈസ ചിലവാക്കി വണ്ടികൾ മേടിച്ച് കൊടുക്കണമെന്നില്ല. സ്റ്റാർട്ടിങ് പ്രൈസ് ഒരു 200 അല്ലെങ്കിൽ 300 റേഞ്ച് മുതൽ ഓരോ വണ്ടികളും നമുക്ക് മേടിക്കാൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഓരോ ബ്രാൻഡും അല്ലെങ്കിൽ ഓരോ മേക്കേഴ്സിനെ ബേസ് ചെയ്താണ് ഇതിൻ്റെ പ്രൈസ് കൂടുന്നത്. ഇപ്പം ചിലപ്പോൾ ഓട്ടോ വാട്ട് അല്ലെങ്കിൽ GT സ്പിരിറ്റ്, പിന്നെ അതുപോലെ തന്നെ കൊയോഷോ, അങ്ങനെയൊക്കെ കുറേ ബ്രാൻഡ്സുണ്ട്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ ഭയങ്കര അധികം അടിപൊളിയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇതിന് ഇമ്പോർട്ട് ടാക്സും അങ്ങനെ കുറേ ഡ്യൂട്ടീസും എല്ലാം വരുമ്പോൾ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആവും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും ലണ്ടനിലോ അല്ലെങ്കിൽ കാനഡയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ ജർമ്മനിയിലോ അങ്ങനെ പല കൺട്രീസിലോ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് സ്കെയിൽ മോഡൽസ് ഒരു 1:18 അല്ലെങ്കിൽ അങ്ങനെ മേടിക്കുന്നത് ഇവിടെ 10,000 അല്ല 5,000 രൂപ കൊടുക്കുന്നത് കുറച്ചും കൂടെ ചീപ്പായിട്ട് നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റും. അപ്പം നമ്മൾ 2017-18 കാലഘട്ടങ്ങളിൽ നമുക്ക് ടാറ്റയുടെ ഒഫീഷ്യൽ ലൈസൻസ് പ്രോഡക്റ്റായിട്ട് ഇൻഡിക്ക, വിസ്റ്റ അങ്ങനത്തെയൊക്കെ ബ്രാൻഡ്സ് മേടിക്കാൻ പറ്റുമായിരുന്നു. അത് മോഡൽസ് മേടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഏതൊരു ഷോപ്പിൽ ചെന്നാലും നമുക്ക് ഇങ്ങനത്തെ ഒരു വണ്ടികൾ കിട്ടത്തില്ല. അന്ന് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കോസ്റ്റ് എന്ന് വെച്ചാൽ 350-400 രൂപ. പക്ഷേ ഇന്ന് സെല്ല് ചെയ്യുന്ന 1000 റുപ്പീസിനൊക്കെ ഈ ഒരു വണ്ടി നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു കളക്ടർ മേടിക്കാൻ ഒരു കടയിൽ കിട്ടത്തില്ല, പക്ഷേ വേറൊരു കളക്ടറിൽ നിന്ന് മേടിക്കാനാണെങ്കിലും. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പാഷനേറ്റീവ് ആയിട്ടുള്ളൊരു കളക്ടറാണെങ്കിൽ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ 2024 ഒരു വണ്ടി മേടിക്കുകയാണ്. അപ്പം അതിന് കുറച്ച് അത്യാവശ്യം നല്ലൊരു റെയർ മോഡൽ വണ്ടിയാണെങ്കിൽ ഏകദേശം ഒരു 10,000 അല്ലെങ്കിൽ 5,000, 8,000 രൂപയാണെങ്കിൽ ആഫ്റ്റർ ഒരു 5 to 7 ഇയേഴ്സ് കഴിയുമ്പോൾ ഈ ഒരു മോഡൽസ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പം ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് സേവിങ്, അതായത് കീപ്പിംഗ് ആസ് എ ഗോൾഡ്, അതായത് നമ്മൾ സ്വർണ്ണം കീപ്പ് ചെയ്യുമ്പോഴത്തേക്കും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇതിൻ്റെ പൈസയൊക്കെ ഇരട്ടിക്കുന്ന പോലെ തന്നെ ഒരിക്കൽ ഈ ഒരു മോഡലിൻ്റെയൊക്കെ പൈസ കൂടും. അപ്പം 2 ഗുണങ്ങളാണ്. ഒന്ന്, നമ്മുടെ കയ്യിൽ ഈ ഒരു മോഡൽസ് കളക്ട് ചെയ്യുകയും ചെയ്യാം. പിന്നീട് ഒരു ഫ്യൂച്ചറിൽ ഒരു 10 അല്ലെങ്കിൽ 8 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്കത് വേണ്ടെങ്കിൽ കൊടുക്കുമ്പം നിങ്ങൾ മേടിച്ചതിനേക്കാളും കൂടുതൽ പ്രൈസ് കിട്ടും. അപ്പം സാധാരണ വീട്ടുകാർ പറയുന്നത് എന്തിനാണ് ഈ കളിപ്പാട്ടങ്ങൾ മേടിച്ച് പൈസ കളയുന്നത്. അപ്പം അതിനുള്ളൊരു ഉത്തരവാണ് സ്കെയിൽ മോഡൽ കളക്ടിങ് എന്ന് പറഞ്ഞ ഒരു പൈസ കളയുന്നൊരു ജോബല്ല. നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സാധനം മേടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. അപ്പം ആ ഒരു ഹാപ്പിനെസ്സിന് പിന്നീട് ഫ്യൂച്ചറിലും ഇതിന് ഉറപ്പായിട്ടും പൈസ കിട്ടും. അപ്പം ഒരിക്കലും ഇത് പൈസ പോകുന്ന ഒരു പണിയല്ല. ഇത് കളിപ്പാട്ടത്തിന് വേണ്ടി വെറുതെ പൈസ കളയുന്നതല്ല. അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ഫാമിലീനെ മനസ്സിലാക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ നല്ലത്. നമ്മുടെ ഈ വണ്ടികളെല്ലാം നമ്മളിങ്ങനെ ഇവിടെ വെറുതെ ഇങ്ങനെ പ്ലേസ് ചെയ്തേക്കാണ്. പക്ഷേ ഈ വണ്ടിക്കൊക്കെ ഒരു ഷോറൂമോ അല്ലെങ്കിൽ ഒരു ഗ്യാരേജോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറൊരു ഫീലായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയൊരു ഷോറൂമാണ് ഈ ഒരു പോർഷയുടെ. അപ്പം ഇത് ഏകദേശം ഒരു 3 to 4 days എടുത്തു. ഇത് ഉണ്ടാക്കിയത് എൻ്റെ ഫ്രണ്ട് പ്രഭവ് എന്ന് പറഞ്ഞ പുള്ളിയാണ് ഈ ഒരു സംഭവം എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിനു വേണ്ടി യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഫോം ഷീറ്റ്സാണ്. അപ്പം ലൈക്ക് ഇങ്ങനത്തെ ഒരു ഷീറ്റ് വെച്ച് ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആരും വിശ്വസിക്കത്തില്ല. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അക്രിലിക് ഗ്ലാസിൻ്റെ മെറ്റീരിയലാണ് നമ്മളിതിൻ്റെ ഗ്ലാസ്സായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ
ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ്. അത് ഇതിൽ ഓരോ വണ്ടീനെ കുറിച്ച് പറയണമെങ്കിൽ ഇന്നൊന്നും തീരത്തില്ല, ഏകദേശം ഒരു ആഴ്ച എടുക്കും. കാരണം ഓരോ വണ്ടിക്കും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ജിപ്സിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു ജിപ്സിയാണ്. ഇതിൻ്റെ ബോഡിയും ഇതെല്ലാം ഫോം ഷീറ്റ്സ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നതാണ്. അപ്പോൾ ഇതുണ്ടാക്കിയ ആൾ ബിബ്ലോട്ട് എന്ന് പറഞ്ഞാൽ ബിബിൻ ചേട്ടനാണ്. അപ്പം പുള്ളി എനിക്ക് തോന്നുന്നൊരു 5 to 6 months എടുത്ത് ഉണ്ടാക്കിയൊരു പ്രോജക്റ്റാണ്. അപ്പം ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് 2019 ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എനിക്ക് ഈ വണ്ടി സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പുള്ളി ഒരിക്കലും കൊടുക്കത്തില്ല. പക്ഷേ അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്ന് ആ കാര്യം ചേട്ടനോട് പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ എനിക്കൊരു ഗിഫ്റ്റായിട്ട് തന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു വണ്ടി, ഈ ഒരു ജിപ്സിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് പാർട്ടാണ്. കാരണം ലൈക്ക് ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് പുള്ളി ഇതെല്ലാം ഡീറ്റെയിൽ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ശരിക്കും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അതുപോലെ ഇൻറ്റീരിയർ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ബമ്പേഴ്സ് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ റൂഫ് റാക്ക്, പിന്നെ ബാക്കിലത്തെ ജെറി ക്യാൻ, ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വണ്ടീനെ കുറിച്ച് അധികം പറയുന്നില്ല, കാരണം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂസ് നമ്മൾ വരുന്നുണ്ട് വിത്ത് ബിബിൻ ചേട്ടൻ. അപ്പം ബിബിൻ ചേട്ടനെ കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറയാം, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയതും ബാക്കി കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ എൻ്റെ ഗാരേജിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി വേറൊന്ന് പജേറോ ആണ്. അപ്പം ഈ ഒരു പജേറോയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. അതിനു മുമ്പ് ഞങ്ങൾ ഇതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 3 പജേറോസ് ഉണ്ട്. അപ്പോൾ അതിലൊരു പജേറോ നമ്മൾ ഫുൾ നമ്മുടെ കേരളത്തിൽ കാണുന്ന പജേറോസ് ഉണ്ടല്ലോ, റൂഫ് റാക്കൊക്കെ കയറ്റി പെൻഡെയറൊക്കെ കയറ്റി നല്ല അടിപൊളി മട്ടേഴ്സൊക്കെ ഇട്ട് ഒരു പക്ക മോഡിഫൈഡ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിപ്പോൾ ഒരു പജേറോ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇതിൻ്റെ വീഡിയോസ് ഉറപ്പായിട്ട് റിവീൽ ചെയ്യാം. അപ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും ആദ്യം കളക്ട് ചെയ്യാൻ തുടങ്ങിയൊരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിൻ്റെ ആയിരിക്കും, ഹോട്ട് വീൽസ്. അപ്പം അന്ന് ശരിക്കും പറഞ്ഞാൽ 110 രൂപയുള്ളൂ ഈ ഒരു ഹോട്ട് വീൽസിന്. പക്ഷേ നമ്മൾ അന്ന് അതിൻ്റെ വില മനസ്സിലാക്കിയില്ല. എന്നാണ് ഇന്ത്യയിൽ അത് ബാൻ ചെയ്ത് പിന്നീട് ഇതിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. പക്ഷേ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയും അല്ലെങ്കിൽ ഒരു ബ്രാൻഡാണ് ഈ ഹോട്ട് വീൽസ്. നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്ത് കിട്ടും നമുക്ക് ഈ ഒരു വണ്ടി ഹോട്ട് വീൽസ്. പിന്നെ അതുപോലെ തന്നെ പ്രൈസിങ് ഭയങ്കര കുറവാണ്. അപ്പം എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 150 ഹോട്ട് വീൽസ് ഇപ്പോൾ ഉണ്ട്. ഞാനത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഹോട്ട് വീൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു കാർഡിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹോട്ട് വീൽസിൻ്റെ പ്രീമിയം സെഗ്മെൻറ്റ്സ് ഉണ്ട്. അത് കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ റെയർ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള മോഡൽസും ഇത് നല്ല ഡീറ്റെയിലിംഗ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ എൻ്റെ കയ്യിൽ 2 ഹോട്ട് വീൽസിൻ്റെ പ്രീമിയം ഇതിരിപ്പുണ്ട്. ഞാൻ ഇത് അപ്പം മറ്റേ കാർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വണ്ടിക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഡീറ്റെയിലിംഗും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഹോട്ട് വീൽസ് അല്ലെങ്കിൽ ഈ ഒരു കാർഡ് മേടിക്കുന്നവർ ഒരിക്കലും ഈ ഒരു കാർഡ് പൊട്ടിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡിൽ തന്നെ കളക്ട് ചെയ്ത് സൂക്ഷിക്കാൻ എല്ലാവരും ആഗ്രഹിക്കത്തുള്ളൂ. അപ്പം ഈ ഒരു കാർഡ് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യുവാണെങ്കിൽ തന്നെ ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗോൾഡ് കൈ കൊണ്ട് നടക്കുന്ന പോലെ തന്നെയാണ്. പിന്നീട് ഈ സാധനങ്ങളൊക്കെ ഫ്യൂച്ചറിൽ ഒരു 5-6 വർഷം കഴിയുമ്പോഴത്തേക്കും കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം ഹോട്ട് വീൽസ് ഉള്ളവർ അവരവരുടെ കയ്യിൽ തന്നെ കീപ്പ് ചെയ്യുക. പിന്നെ ചിലവർ പണ്ട് ഹോട്ട് വീൽസ് ഇഷ്ടം പോലെയുള്ള കളക്ഷൻസ് ഉണ്ടാകും. പിന്നീട് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അത് പിള്ളേരുടെ കയ്യിലായിരിക്കും ഈ വണ്ടികളൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ലൈഫിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു സിറ്റുവേഷനിലാകുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും യുണീക്കായിട്ടുള്ള കളക്ഷൻസാണ് നമുക്ക് നഷ്ടപ്പെട്ടതെന്ന്. അപ്പോൾ അങ്ങനത്തെ കേസിൽ അവർക്ക് സെൻറ്റി ടോയ്സ് മേടിച്ച് കൊടുക്കുക, അപ്പോൾ ഒരു അത്തിക്കളിക്കട്ടെ. ഹോട്ട് വീൽസ് ഒന്ന് മാറ്റി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ കളക്ഷനിലെ ഫസ്റ്റ് വണ്ടി, അതായത് വോൾസ്വാഗൻ ബീറ്റിൽ. അപ്പം മിക്കപ്പോഴും ഇതിനെ അറിയപ്പെടുന്ന ഹെർബി എന്നായിരിക്കും. കാരണം ഹെർബി സിനിമയിലെ ആ ഒരു ക്യാരക്ടറായിട്ടാണ് എല്ലാവരും ഈ ഒരു വണ്ടി കാണുന്നത്. അപ്പം ഈ ഒരു വണ്ടി കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളക്ഷൻ മൊത്തം സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. അപ്പോൾ നമ്മൾ അവിടെ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പോർട്സ് കാർ സെഗ്മെൻറ്റ്സ് ആയിരുന്നു, ഇന്ത്യൻ കാർസ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ക്ലാസിക് കാർസ് കണ്ടു. പിന്നെ ആ ടോപ്പിൽ ഞാൻ പൊട്ടിക്കാതെ വെച്ചിരിക്കുന്നതെല്ലാം കുറച്ച് ലാൻഡ് റോവർ അല്ലെങ്കിൽ ഡിഫൻഡർ സീരീസാണ്. അപ്പം പിന്നീട് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കുറച്ച് ബൈക്കിൻ്റെ കളക്ഷൻസാണ്. അപ്പം എൻ്റെ ഫേവറേറ്റ് ബൈക്കായിരുന്നു സുസുക്കിയുടെ ഹൈബൂസ. അപ്പം അതിൻ്റെ ഓൾഡ് വേർഷനും ഉണ്ട്, പിന്നെ ന്യൂ വേർഷനും ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡുക്കാട്ടി സീരീസസ് ഉണ്ട്. പിന്നെ ഈ ഒരു വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതായത് ഹോണ്ടയുടെ ഗോൾവിങ്. ഒരു 1/, എനിക്കത് 24 സ്കെയിലാണെന്ന് തോന്നുന്നു. ഭയങ്കര രസമാണ് ഇത്.
അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ പൊട്ടിച്ച് ടേബിളിലൊക്കെ വെക്കുവാണെങ്കിൽ ഭയങ്കര രസമാണ്. പക്ഷേ ആർക്കും ഇതൊരു പൊട്ടിക്കാൻ തോന്നത്തില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഇതൊരു സീൽഡ് ബോക്സിലാക്കി തന്നെ വണ്ടി എങ്ങനെയാണോ നമുക്ക് കിട്ടിയത് ആ രീതിയിൽ വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ സെൻറ്റിയുടെ തന്നെ വലിയ എക്സ്പെൻസീവ് അല്ലാത്ത ജിപ്സി കിട്ടും. അപ്പം നമ്മുടെ ആ ഒരു ജിപ്സിയുടെ പോലെ തന്നെ, പക്ഷേ ലൈക്ക് ഇതിന് വലിയ അധികം പ്രൈസിങ് അധികം വരുന്നില്ല. ഏകദേശം ഒരു 350-400 ആ പ്രൈസിങ്ങിൽ ഈ ഒരു വണ്ടി കിട്ടും. അപ്പം ഇത് സെൻറ്റി മോഡലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ താഴെ നിരത്തി വെച്ചേക്കുന്ന സ്കൂട്ടേഴ്സാണ്. അപ്പം സ്കൂട്ടേഴ്സ് എന്ന് വെച്ചാൽ വിൻറ്റേജ് സ്കൂട്ടേഴ്സ്. പണ്ടത്തെ വെസ്പ ഉണ്ടല്ലോ, വെസ്പയുടെ എല്ലാ മോഡൽസും ഞാനിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും. കാരണം എനിക്ക് വെസ്പ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു മോഡലായിരുന്നു. അപ്പം ഇത് ഭയങ്കര ക്യൂട്ടുമാണ് ഈ മോഡൽസ് എല്ലാം കാണാൻ തന്നെ. അപ്പോൾ എൻ്റെ ഞാൻ വെസ്പയുടെ എല്ലാ മോഡൽസും ഞാൻ അത്യാവശ്യം കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പേസ് മുതൽ അവിടെ വരെ നമ്മൾ വെസ്പയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ വെസ്പ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാണ് കാണാനും. ലൈക്ക് ഓരോ മോഡലിനും ഓരോ ഡിഫറെൻറ്റ് ഷേപ്പുണ്ട്. അപ്പം അതുപോലെ തന്നെ പേസ്റ്റൽ ഷെയ്ഡ് കളേഴ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മോഡൽ. കാരണം ഭയങ്കര രസമാണ് അത് കാണാൻ. ഇത് കണ്ടോ? അപ്പോൾ ഇതാണെങ്കിലും വലിയ പ്രൈസിങ് ഇല്ല. ഏകദേശം ഒരു 450 അല്ലെങ്കിൽ 600 ആ റേഞ്ചിൽ നമുക്ക് ഈ വെസ്പാസ് അവൈലബിൾ ആണ്. പിന്നെ ഇപ്പം എനിക്കൊന്ന് അത്യാവശ്യം കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയെന്ന് തോന്നുന്നു. ഒരു 900,000 റുപ്പീസ് കൊടുക്കണം നമുക്ക് ഇങ്ങനത്തെ വെസ്പാസ് കിട്ടണമെങ്കിൽ. അപ്പോൾ വെസ്പയുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ഈ ഒരു വണ്ടി മേടിക്കാൻ മിസ് ഔട്ട് ആവരുത്. അപ്പം എന്നോട് പലരും ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്, അവരുടെ കാറിൽ വെക്കാൻ വേണ്ടി, ഡാഷ്ബോർഡിൽ വെക്കാൻ വേണ്ടി ഇന്ത്യൻ കാർസ് അവൈലബിൾ ആണോ എന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ കാർസ് ഭയങ്കരധികം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇത് മേടിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കെയിൽ മോഡലാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ eBay തന്നെ പോകണം. കാരണം eBayയിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് ഡ്യൂട്ടി കൊടുത്താണ് നമുക്ക് മേടിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഒരു വണ്ടി സ്വിഫ്റ്റിൻ്റെ 3 ജനറേഷൻ എൻ്റെ ഇതിലുണ്ട്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്വിഫ്റ്റാണ്. ഇതെല്ലാം ഡൈകാസ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ജനറേഷൻ 2 സ്വിഫ്റ്റ്, പിന്നെ ഇത് ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജനറേഷൻ 1. ഭയങ്കര രസമാണിത്. ആ ഡീറ്റെയിലിങ് 1/43 മെറ്റലുമാണ്. അപ്പോൾ ഇതെല്ലാം നോർമലി നമ്മൾ എല്ലാ ദിവസവും ഏകദേശം എല്ലാ സൺഡേസിലും ഇതെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്യും, ഓരോ വണ്ടി എടുത്ത് നല്ല രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടികളെല്ലാം നമ്മൾ സെറാമിക് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെറാമിക് കോട്ട് ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടുണ്ട് സെബിൻ എന്ന് പറഞ്ഞാൽ. അപ്പം പുള്ളി ഈ സൂപ്പർ സെറാമിക് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോൾ പുള്ളിയുടെ നമ്മൾ ആ പ്രോഡക്റ്റ് മേടിച്ചിട്ട് എല്ലാ വണ്ടി സെറാമിക് ചെയ്തിട്ടുണ്ട്. അപ്പം ഉള്ള ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം പെയിൻറ്റ് പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിൻ്റെ എല്ലാം നല്ലൊരു പെയിൻറ്റ് പ്രൊട്ടക്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ പെയിൻറ്റ് ഒന്നും ഡള്ളാകത്തില്ല. അപ്പം ഞാൻ ഈ ഒരു വണ്ടിയൊക്കെ മേടിക്കുന്നതിന് പെയിൻറ്റ് ഭയങ്കര ഡള്ളായിരുന്നു. പക്ഷേ സൂപ്പർ സെറാമിക് കോട്ട് ചെയ്തപ്പോഴത്തേക്കും നല്ല ക്വാളിറ്റിയിൽ എനിക്ക് വണ്ടി ഷൈൻ ചെയ്ത് കിട്ടി. അപ്പം എപ്പോഴും നിങ്ങളൊരു സ്കെയിൽ മോഡൽ കളക്ടറാണെങ്കിൽ ഈ വണ്ടി ഒന്ന് സെറാമിക് കോട്ട് ചെയ്യുക. നമ്മളെ പുതിയ വണ്ടി എന്തൊക്കെയാണോ ഷോറൂമിൽ നിന്ന് മേടിക്കുമ്പോൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ സെറാമിക് കോട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് താഴെ വരുന്ന കൂടുതൽ കമൻറ്റ്, ചേട്ടാ ഞങ്ങൾക്കൊരു കാറ് തരാമോ, ഒരു കാർ ഗീവ് അവേ ആയിട്ട് കൊടുക്കാമോ. അപ്പം ഉറപ്പായിട്ടും നമുക്ക് സിൽവർ ബട്ടൺ അടിക്കുന്ന അന്ന് നമ്മളൊരു കാറ്, ഒന്നല്ല 10 കാറ് നമ്മൾ ഗീവ് അവേ കൊടുക്കും. കാരണം എൻ്റെ ഒരു ഡ്രീമായിരുന്നു സിൽവർ ബട്ടൺ, അത് 1 lakh സബ്സ്ക്രൈബേഴ്സ് ആവുന്നത്. അപ്പം നമുക്ക് ഇന്ന് മുതൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് വീഡിയോസ് നമ്മൾ എന്തായാലും ഇടും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കളക്ഷനിൽ നിന്നും നമ്മളൊരു 10 വണ്ടി, കിടിലൻ 10 വണ്ടി നമ്മൾ ഗീവ് അവേ കൊടുക്കും. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ സ്കെയിൽ മോഡൽസിനെ പരിചയപ്പെടുത്തി, ബൈക്കിനെ പരിചയപ്പെടുത്തി, ഇനി അടുത്തത് പരിചയപ്പെടുത്താൻ പോകുന്ന ആക്ഷൻ ഫിഗേഴ്സാണ്, ഫിഗറിൻ. അപ്പോൾ ഫിഗറിൻ എന്ന് പറഞ്ഞ സംഭവം വേറൊന്നുമല്ല, അതായത് നിങ്ങളൊരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫാനാണെങ്കിൽ, വിൻ ഡീസലിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, പോൾ വാക്കറിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു സംഭവം ഇഷ്ടപ്പെടും. കാരണം ഇത് ഇവരുടെ എല്ലാം ഫിഗറിനാണ്. അപ്പം ഞാൻ ആക്ച്വലി ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പം ഞാൻ ഈ സ്കെയിൽ മോഡൽസിൻ്റെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അതിനു വേണ്ടിയാണ് ആദ്യം ഈ വണ്ടികളൊക്കെ മേടിച്ചതും പിന്നീട് ഒരു കളക്ടറായിട്ട് മാറിയതും. അപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു 1:18 സ്കെയിലായിട്ടുള്ളൊരു വണ്ടിയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫിഗറിൻ എടുക്കും. അതിനുശേഷം അത് നല്ലൊരു ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് ഈ വണ്ടിയിലൂടെ മെർജ് ചെയ്യും. അപ്പം ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി നമുക്ക് ഒരു മനുഷ്യൻ ആ വണ്ടിയിൽ ഒരു ക്യാരക്ടർ നിൽക്കുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര ഒരു ലൈഫ് ഫീൽ ചെയ്യും ഫോട്ടോഗ്രാഫിക്ക്. അപ്പം നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി നമ്മുടെ പോൾ വാക്കറാണ്. ഇത് റെസിൻ മെറ്റീരിയൽ യൂസ് ചെയ്താണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്.
കണ്ടോ? ഇത് നമുക്ക് എന്നിട്ട് നമ്മുടെ എൻഡേവറില്ലേ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം. ഇത് കണ്ടോ? ഭയങ്കര രസമില്ലേ ഈ ഒരു വണ്ടിയും ഈ ഒരു ആളും കൂടെ നിൽക്കുമ്പോൾ? അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ അവിടെ ഇരിക്കുന്നത് ഏകദേശം ഒരു 6-7 ഫിഗറിനുണ്ട്. പോൾ വാക്കറുണ്ട്, വിൻ ഡീസലുണ്ട്, പിന്നെ കുറച്ച് മൂവി ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ വണ്ടികളും ഈ ഒരു ക്യാരക്ടറുമായിട്ടുള്ള ഫോട്ടോഷൂട്ട്സാണ്. അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസ് ഞാൻ കഴിഞ്ഞുള്ളൊരു ട്രിപ്പ് പോയപ്പോൾ എടുത്തായിരുന്നു. അപ്പോൾ അത് അടുത്ത വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഓരോ വണ്ടീനെ കുറിച്ച് പറയാൻ പല വിശേഷങ്ങളുണ്ട്, ഇന്നൊന്നും തീരത്തില്ല. അപ്പം ഇതൊരു ഇൻട്രോ വീഡിയോ ആണ് എൻ്റെ കളക്ഷനെ കാണിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ താഴെ കമൻറ്റ് ചെയ്യുക, നമ്മൾ ആ ഒരു വണ്ടീനെ ബേസ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഏത് വണ്ടിയാണോ മേടിക്കുന്നത് അതിൻ്റെ ഒരു രണ്ടാമതൊരു വണ്ടിയും കൂടെ നമ്മൾ സെയിം വണ്ടി മേടിക്കും. എന്തിനാണല്ലേ? മോഡിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മോഡിഫിക്കേഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ താഴെ നോക്കിയാലറിയാം, അവിടെ നമ്മുടെ താഴെ നാനോയുടെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അംബാസിഡേഴ്സ് ഇവിടെ ഉണ്ട്. ഈ അംബാസിഡറൊക്കെ നമ്മൾ ഒന്നിൽ കൂടുതൽ എണ്ണം മേടിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രീതിയിൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പം ഈ ഒരു സ്കെയിൽ മോഡൽസിൻ്റെ പക്ക മോഡിഫിക്കേഷനായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വരാൻ പോകുന്നത് റീസെൻറ്റ് വീഡിയോസ് നമ്മുടെ ജിപ്സിയുടെ മോഡിഫിക്കേഷനായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പജേറോ, അതായത് ഈ ഒരു പജേറോ, അവിടെ ഒരു പജേറോ ഉണ്ട്. അപ്പം ഇതിൻ്റെ കൂടാതെ ഒരു പജേറോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മോഡിഫൈഡ് വീഡിയോ ആയിരിക്കും, മോഡിഫിക്കേഷൻ വീഡിയോ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഫിഗറിന് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നമ്മുടെ വണ്ടിയുടെ കളക്ഷൻസ് നമ്മൾ ഏകദേശം കുറച്ചെണ്ണമുള്ളൂ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പം ഈ ഒരു കളക്ഷൻ നിങ്ങൾ സൂം ഇൻ ചെയ്ത വീഡിയോയ്ക്ക് അതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് ഏതെങ്കിലും ഒരു വണ്ടി നിങ്ങൾക്ക് അടുത്തത് റിവ്യൂ ചെയ്യണമെങ്കിൽ താഴെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇനി അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് ഒരു അടിപൊളി കണ്ടൻറ്റുമായിട്ട് വരണം. അതിനെനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം സപ്പോർട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെയാണെങ്കിലുള്ളൂ എനിക്ക് നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് നിങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം see you on next video.